എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബുധനാഴ്ചത്തെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കണേ. എൻ്റെ ഒരു ഡെയിലി റൂട്ടീൻ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഷൈചേട്ടൻ പോയിട്ട് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ചെന്നൈയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, ബുധനാഴ്ചയും പിന്നെ വീക്കെൻഡുമാണ് ഇവിടെ ഉള്ള ആളുകൾ കൂടുതലായിട്ടും മീൻ കഴിക്കുന്നത്, മീനും ഇറച്ചിയൊക്കെ. അപ്പോൾ ബുധനാഴ്ചകളിൽ മാർക്കറ്റ് നല്ല ആക്റ്റീവ് ആയിരിക്കുള്ളൂ, കൂടുതൽ മീനുകൾ ഉണ്ടാവും. അല്ലാത്ത ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു ഷൈചേട്ടൻ പോവാറുള്ള ഇതാണ്, ഞാനങ്ങനെ പോയിട്ടില്ല. എന്നാൽ പോലും ഷൈചേട്ടൻ പറഞ്ഞെനിക്കറിയാവുന്നത് കുറച്ചിങ്ങനെ ഒരു പതിഞ്ഞ മട്ടായിരിക്കുള്ളൂ. ബുധനാഴ്ച ഇഷ്ടംപോലെ മീനുണ്ടാവും, അത്യാവശ്യം കുറച്ച് തിരക്കും ഉണ്ടാവും. പിന്നെ വീക്കെൻഡിലാണ് നല്ല തിരക്കുണ്ടാവുക. അപ്പോൾ ഞങ്ങളെപ്പോഴും മീൻ വാങ്ങിക്കാനായിട്ട് ബുധനും പിന്നെ വീക്കെൻഡ്സും ആണ് സെലക്ട് ചെയ്യാറ്. അങ്ങനെ ഇന്ന് ബുധനാഴ്ച പോയിട്ട് രാവിലെ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് കൊഴുവയും പിന്നെ ചാളയുമാണ്. അപ്പം ഞാൻ കൊഴുവ രണ്ടും നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് വെട്ടിയാണ് വാങ്ങിച്ചത്, എന്നാൽ നമുക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് ക്ലീനിങ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ എൻ്റെ ആ നഖത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് വന്നേ പിന്നെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും മീൻ വാങ്ങിക്കാറ്. ഈ ചെറിയ മീനൊക്കെ നേരത്തെ വാങ്ങിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ക്ലീൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചതിനോട് പറയുന്നതുകൊണ്ടാണ് ആൾ ക്ലീൻ ചെയ്യാതെ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നത്. ഇപ്പോൾ എനിക്ക് ആ കൈക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരുപാട് നനക്കാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ ഇതുപോലെ വെട്ടിയാണ് വാങ്ങിപ്പിക്കാറ് കേട്ടോ. അപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചു, ദൈവമേ ഇത്ര നാൾ ഞാൻ വെട്ടി വാങ്ങിക്കാതെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടതെന്ന് ഞാനിപ്പോൾ ചിന്തിച്ചു പോവുകയാണേ. അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്, പിന്നെ നമുക്കിവിടെ വന്ന് കുറച്ച് പണിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇത് കൊഴുവ ഞാൻ പുരട്ടി വയ്ക്കാൻ കേട്ടോ. ഇതത്ര വെള്ള കൊഴുവയല്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വറുത്തപ്പോൾ. ഒരു 2 ആഴ്ച മുന്നേ നമുക്ക് വെള്ള കൊഴുവ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെള്ള കൊഴുവ അധികം കിട്ടൂല കേട്ടോ, ഇതുപോലത്തെ കളറിലൊരു കൊഴുവയാണ് കിട്ടുക. എന്നാൽ ടേസ്റ്റിന് കുറവൊന്നുമില്ല, നല്ലതാണ്. അപ്പം ഞാൻ 2 പാത്രത്തിലാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. ഈ സ്റ്റീൽ കണ്ടെയ്നറിലാക്കി വെക്കുന്നത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ, ഒഴിവില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പ്ലാസ്റ്റിക്കിൽ വെക്കുള്ളൂ. ഇത് ഞാൻ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ ചാള ഇരിക്കുന്നത് വെക്കണം. ഇതാ നമ്മുടെ വാട്ടക്കപ്പ, ഉണക്കക്കപ്പ എന്നൊക്കെ പറയുന്ന സംഭവം. ഞാൻ ഷോർട്സിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഈ ഉണക്കക്കപ്പയും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അമ്മ വീട്ടിൽ ഉണക്കിയതാട്ടോ, ഷൈചേട്ടൻ്റെ അമ്മ. അവിടെ നമ്മുടെ നാട്ടിലെ പറമ്പിൽ അച്ഛൻ ഇത് കപ്പ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ആവശ്യത്തിന് കുറച്ച്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അമ്മ നമ്മുടെ നല്ല കപ്പയായിരുന്നു, അപ്പോൾ അത് ഉണക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് തന്നുവിട്ടതാട്ടോ. തന്നുവിട്ടെന്ന് പറഞ്ഞാൽ കൊറിയർ ചെയ്ത് തന്നതാണ്. അപ്പോൾ ഇത് ഞാനങ്ങനെ ഉണ്ടാക്കി വല്ല പരിചയമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലങ്ങനെ ഇതുപോലെ കൂടുതൽ കിട്ടുന്ന പരിപാടികളൊന്നുമില്ല. അപ്പോൾ കൃഷിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതേപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരുപാട് എടുക്കണ്ട, കുറച്ചെടുത്ത് വെള്ളത്തിലിട്ടാലും അത് കുതിർന്ന് ഇത്തിരി ഒന്ന് വീർത്ത് വരുമെന്ന്. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് ഞാൻ വെള്ളത്തിലിട്ടു വൈകുന്നേരത്തേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇത് ഈവനിങ് ആണ്, ഒരു 4 മണിയൊക്കെ ആയപ്പം ചക്ക മുറിക്കാൻ പോവാണ്. സാധാരണ ചക്ക മുറിക്കൽ ഷൈചേട്ടനും ഞാനും ബാറും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ. ഇവിടെ നാട്ടിലാണെങ്കിൽ 2 വീട്ടിലും അമ്മമാരാണ് എപ്പോഴും മുറിക്കാറ്. അപ്പോൾ എനിക്ക് ഈ ചക്ക മുറിച്ച് വലിയ പരിചയമൊന്നുമില്ല. അങ്ങനെ ചക്ക പഴുത്ത് നല്ല മണം വന്നു തുടങ്ങിയപ്പം ഞാൻ ഷൈചേട്ടനോട് പറയുമ്പോൾ ഷൈചേട്ടൻ പറഞ്ഞു, നീ ഒന്ന് നോക്ക്, പഴുത്തിട്ടുണ്ടോ നോക്കി, ചീത്തായി പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുറിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക കേട്ടോ. എപ്പോഴും ഞങ്ങൾ ബാൽക്കണിയിൽ ഇരുന്നാണ് മുറിക്കുക. നമുക്ക് അടുക്കളയോട് ചേർന്ന് ചെറിയൊരു ബാൽക്കണി പോലത്തെ ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ വലിയ ബാൽക്കണി എന്ന് പറയാൻ മാത്രം വലുതൊന്നുമല്ല, എന്നാലും നമ്മൾ അവിടെ അത്യാവശ്യം പെരുമാറാൻ നല്ല സൗകര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അത് നല്ലതായിരുന്നു കേട്ടോ, നല്ല മധുരമൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുറിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ പാറു എൻ്റെ കൂടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക. ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ബാൽക്കണിയിലിരുന്ന് മുറിക്കുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തതാട്ടോ. എങ്ങനെയുണ്ട് പാറു ചക്ക? പോടാ, എങ്ങനെ ചീത്തയായി പോയേ? നല്ല ചക്കയല്ലേ, നല്ല ടേസ്റ്റ് ഇല്ലേ? ടേസ്റ്റ് ഇല്ലേ? എന്നാ എനിക്ക് തരണില്ല, കളഞ്ഞേക്കാം. ടേസ്റ്റ് ആണോ? ഈ ചക്കയിൽ ഒരുപാട് ചോളയൊന്നും ഇല്ല കേട്ടോ.
സാധാരണ ചക്കയിൽ ഉണ്ടാവുന്ന പോലെ ഇങ്ങനെ അത്രയ്ക്ക് അധികമില്ല, കാരണം അത്രയും വലിപ്പമുണ്ടല്ലോ ഈ ചക്കയുടെ ഒരു ചുളയ്ക്ക് തന്നെ. നമ്മുടെ സാധാരണ ചക്കയുടെ 2 ചുള കൂടിയതാണ് ഒരു ചുള എന്ന് പറഞ്ഞാൽ അത്രയും വലിപ്പമുണ്ട് കേട്ടോ. ഇങ്ങനെ ഭയങ്കര ഫ്ലഷി ആയിട്ട് എനിക്ക് തോന്നി, ഇങ്ങനെ നല്ല കട്ടിയുണ്ട്. ഇത് ചക്കപ്പൊരി ഉണ്ടാക്കാൻ നല്ല കേട്ടോ. അതായത് നമ്മൾ പഴംപൊരി ഇല്ലേ, അതുപോലെ തന്നെ പഴംപൊരിയുടെ ബാറ്ററിൽ മുക്കി പൊരിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് പണ്ട് അമ്മ ഉണ്ടാക്കി തരുമായിരുന്നേ. ചിറ്റന്മാരുടെ വീട്ടിൽ നിന്നൊക്കെ കുറേ ചക്ക ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ കൂടുതലുള്ളപ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ നമ്മുടെ രാവിലെ വെള്ളത്തിലിട്ട കപ്പ വേവിക്കാൻ വെക്കുവാണേ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഊറ്റിക്കളയണം. കപ്പയ്ക്ക് നമ്മളങ്ങനെ ആ ഒരു ഊറ് കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമല്ലോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും കുക്കർ അങ്ങോട്ട് ടൈറ്റായിട്ട് മൂടി വയ്ക്കുന്നില്ല, ചുമ്മാ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് മീൻ കറിയും കൂടെ വെക്കാം കേട്ടോ. എനിക്ക് നമ്മുടെ ഈ ചെന്നൈയിലെ ചൂടിപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം എനിക്ക് തേങ്ങയൊന്നും പൊതിച്ചെടുക്കണ്ട, ഒന്നും ഉടച്ച് ചിരകി എടുത്താൽ മതി. എനിക്ക് അതിനൊന്നും ഒട്ടും മെനക്കെടാൻ വയ്യാട്ടോ, കാരണം ചൂടും കൊണ്ട് നമ്മളിങ്ങനെ ഈ ദേഹാസകലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ പണി നമ്മൾ മിനിമലൈസ് ചെയ്യാന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിക്കുകയുള്ളൂ ആരാണെങ്കിലും. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തേങ്ങ അരച്ച മീൻകറി ഒഴിവാക്കിയിട്ട് വെറുതെ പുളിയിട്ട് വെക്കാം എന്ന് വിചാരിച്ചു, ഒരു മുളക് ചാറ് പോലെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കപ്പയ്ക്ക് ആ ഒരു ചാറ് കുറച്ചും കൂടി ടേസ്റ്റ് ആണല്ലോ. ഇവിടെ തേങ്ങ അരച്ച ചാറാണെങ്കിലും കപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എൻ്റെ ഒരു മടി കാരണം ഞാനിന്ന് അങ്ങനെ ചെയ്തു. ഇതിനെ മടിയെന്ന് പറയാൻ പറ്റില്ല, ഒരു നിവൃത്തികേടെന്ന് പറയാൻ പറ്റുള്ളൂ, കാരണം അത്ര ചൂടുണ്ട് കേട്ടോ. ഇതിപ്പം കത്തിരിക്കാലം എന്നാണ് പറയണത്, അത്ര വെയിലാട്ടോ. നമ്മളിങ്ങനെ കത്തിപ്പോകുന്ന പോലത്തെ ചൂടാണ്. ചൂടിൻ്റേതായ അസ്വസ്ഥതകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും, ചൂടുകുരു പ്രശ്നങ്ങൾ, അങ്ങനെ പല പല പ്രശ്നങ്ങൾ. ഇത് എനിക്ക് പാറുവിന് ചെറിയ രീതിയിൽ വന്നെങ്കിൽ എനിക്ക് കാര്യമായിട്ട് ചൂടുകുരു ഒന്നും വന്നില്ല, പക്ഷേ തലവേദന വന്നായിരുന്നു 1-2 ദിവസങ്ങളിൽ. അതും ഭയങ്കര തലവേദനയായിരുന്നു. ആ ചൂടങ്ങോട്ട് കൂടി വന്ന ദിവസങ്ങളിൽ എനിക്ക് വന്നതാണ്. പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ തലവേദനയൊന്നും വന്നിട്ടില്ല, ദൈവം സഹായിച്ച്. അപ്പോൾ അങ്ങനെ പോകണം കേട്ടോ. അപ്പം ഞാൻ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, മുളക് പൊടി, കാശ്മീരിയും എരിവെള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, നമ്മുടെ പുളി ചേർക്കുന്നുണ്ട്, കുടംപുളി. ഇത് വളരെ കുറച്ച് ചേർക്കുന്നത്, നമ്മുടെ ഈ പുളിക്ക് ഭയങ്കര പുളിയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് അമ്മ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നു വിട്ടതാണ്. അപ്പോൾ നല്ല പുളിയാട്ടോ ഇതിന്. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ മീനൊക്കെ പുളിയുടെ രുചി തന്നെയായിരിക്കും. ഇനി ഞങ്ങൾക്ക് അത്രയ്ക്കും പുളി ചേർക്കണ ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു മൂത്തപ്പോൾ തന്നെ, അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും ചട്ടിയുടെ ചൂടും കൊണ്ട്. പിന്നെ അതൊന്ന് എണ്ണ തെളിഞ്ഞു വന്നപ്പോഴേക്കും ഞാൻ ബാക്കി നമ്മൾ ഉദ്ദേശിച്ച മീനിനനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതൊന്ന് തിളക്കാനായിട്ട് മൂടി വയ്ക്കാം കേട്ടോ. നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ അങ്ങോട്ട് ചേർക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചാളെടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ, കാരണം മൊത്തത്തിൽ കറി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറി ഇരുന്നിരുന്ന് വരുമ്പോഴേക്കും ആർക്കും പിന്നെ ഇവിടെ വേണ്ട. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ 2ആയിട്ട് വെക്കും, കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കും ആ പാത്രത്തിൽ. അപ്പം നമുക്ക് അങ്ങനെ 2 ദിവസം ഇരുന്നാലും ആ ഒരു ഫ്രിഡ്ജിലിരുന്നതിൻ്റെ ടേസ്റ്റ് ഒന്നും കാര്യമായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചാളക്കറി അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പുറത്ത് കപ്പ ഞാൻ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് വേവിക്കാൻ വെച്ചല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് അരപ്പുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ, കൊച്ചുള്ളി, നന്നായിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അധികം തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് എരിവിന് പച്ചമുളക്, നല്ല ജീരകം, ഉപ്പ്, കല്ലുപ്പ് ചേർക്കുന്നതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി കല്ലുപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നാട്ടിൽ നിന്നുള്ള കറിവേപ്പില ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി അധികം തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒതുക്കി ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് കപ്പ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മീനിട്ട് കഴിഞ്ഞിട്ട് ആദ്യം ഒന്ന് ഞാൻ ആ തവി കൊണ്ട് ഇളക്കി, നമ്മുടെ ഭാഗത്തൊക്കെ കയ്യിൽ നിന്ന് കേട്ടോ പറയുന്നതിനെ, ചിരട്ടക്കൈയിൽ. അപ്പോൾ അത് വെച്ചൊന്ന് ഇളക്കി, അത് കഴിഞ്ഞിട്ട് ഞാൻ തുണി പിടിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കുവാണേ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇവിടെ വിളക്ക് കൊളുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു സന്ധ്യയ്ക്ക്. ഇതിനൊക്കെ വരുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ വിളക്ക് കൊളുത്തി നാമം ജപിച്ചതിന് ശേഷം കേട്ടോ ഈ മീനിൻ്റെ പരിപാടികളൊക്കെ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വിളക്ക് അണയ്ക്കുക. അപ്പോൾ ഞാനത് വിളക്കണയ്ക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ പാറു എൻ്റെ കൂടെ ഓടി വരും ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ. വിളക്ക് വെക്കുന്ന സമയത്ത് ഞാൻ അവളെ അധികം അടുപ്പിക്കില്ല കേട്ടോ, കാരണം നമുക്കൊരു സൗകര്യം തരില്ല, അതും ഇതൊക്കെ എടുക്കും. അപ്പോൾ ഒരു സമാധാനപരമായിട്ട് ചെയ്യാൻ പറ്റില്ല, അത്രയല്ലേ ഉള്ളൂ. അവൾക്ക് ഓരോന്നും കാണുമ്പോൾ ഓരോ ആകാംക്ഷയായിരിക്കും. അപ്പോൾ കപ്പ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. 3 വിസിൽ കൊടുത്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ അരപ്പും കൂടി ചേർത്ത്, നമ്മുടെ സ്റ്റീം മൊത്തം പോയി കഴിഞ്ഞപ്പോഴാണ് അരപ്പ് ചേർത്തത്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം വേണം കേട്ടോ. വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. എന്നിട്ട് ഞാൻ ഇളക്കിയിട്ടില്ല, മുകളിൽ തന്നെ ഇങ്ങനെ തേങ്ങ വെച്ചിട്ട് ഞാൻ മൂടി വെച്ചു.
അപ്പോൾ നമ്മുടെ ചാളക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉപ്പൊക്കെ നോക്കി പാകമാണ്, പുളിയും എല്ലാം പാകമാണ്. അപ്പോൾ ഞാൻ കൂടുതൽ അലങ്കോലപ്പണികളൊന്നും ചെയ്യണില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങ് ഇറക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാളക്കറിയും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. മുളക് ചാറ്. അപ്പോൾ ഇതൊക്കെ ഇളക്കി കൂട്ടി. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ ആ കളറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കളറ്. ഞാൻ ഒട്ടും മുളക് പൊടി ചേർക്കില്ല കേട്ടോ, എനിക്ക് ഈ കളറ് കാണാൻ വേണ്ടിയിട്ട്. അത്ര രസമാണ് അത് കാണാനായിട്ട്. അപ്പോൾ കപ്പയും റെഡിയായി. ഇനി നമുക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച്, ആ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, അത് അടിപൊളിയാട്ടോ ഇങ്ങനത്തെ അവിയലിന്, പിന്നെ ഈ കപ്പയ്ക്ക്, ചക്കപ്പുഴുക്കിനൊക്കെ ഇതങ്ങോട്ട് ഒഴിക്കുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ്റെ ഒരു സ്മെല്ലങ്ങ് വരും. അത് അടിപൊളിയാട്ടോ. എന്നിട്ട് നമുക്കത് മൂടി വയ്ക്കാം, ആ മണമൊന്നും പുറത്ത് പോകണ്ട. അപ്പോൾ നമുക്ക് നല്ല ആ ടേസ്റ്റും സ്മെല്ലും ഒക്കെ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഷൈച്ചേട്ടൻ ഇന്ന് നല്ല ലേറ്റായിട്ടേ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പം മീൻകറിയൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. 9:30-10 മണിയാവും പുള്ളി ഇറങ്ങുമ്പോൾ. അപ്പോൾ പിന്നെ ഇവിടെ വന്നതിന് ശേഷം രാത്രി കഴിക്കുന്ന ഒരു സുഖം ഉണ്ടാവില്ല ആ സമയത്തൊക്കെ കഴിച്ചാൽ. അപ്പോൾ ഞാൻ നേരത്തെ കഴിക്കുകയാണ്. അങ്ങനെ കപ്പയും മീനും ചോറും ഒക്കെ ആയിട്ട് കഴിക്കാട്ടെ. ഇവിടെ രാത്രി മിക്കവാറും ചോറ് തന്നെ ആയിരിക്കുള്ളൂ, ഷൈച്ചേട്ടൻ അതാ ഇഷ്ടം. അപ്പോൾ ഞാൻ അത് കഴിക്കുകയാണ്. അങ്ങനെ എൻ്റെ അത്താഴമാണ്. പാറു കഞ്ഞിയാട്ടോ കഴിക്കാം. അപ്പോൾ അവൾക്കുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കപ്പയും മീനും ഒക്കെ പോയി കഴിക്കട്ടെ കേട്ടോ. കുറേ നാളായി ഇതുപോലത്തെ കോമ്പിനേഷനൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പുതിയ നല്ലൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.